ഹലോ. ഹലോ. ആ. നല്ല ഉഷാറിലാണല്ലോ. ഉഷാറുണ്ട്. നീ വിളിക്കുമ്പല്ലേ ഉഷാറ് വരുവാ. ഉം. ഉം. വിളിക്കുമ്പോ മാത്രമേ ഉഷാറുള്ളൂ. വിളിക്കുമ്പല്ലേ ഉഷാറുള്ളൂ. എന്തുണ്ട്? ഉം. കെട്ടിയ പണിക്ക് പോയാ? ഇന്ന് പണിക്ക് പോയിട്ടില്ല. ഏ ഉറങ്ങുന്ന. പിന്നെ നീ എന്ത് കാര്യത്തിലാ വിളിക്കുന്നു? ഉറക്കാ, നല്ല ഉറക്കാണ്. ഏ എന്ത് പറ്റി? ഞാൻ കുറച്ച് ദൂരത്തുനിന്നല്ലേ വിളിക്കുന്നു. എന്തെന്ത് പറ്റി ഇങ്ങനെ ഉറങ്ങാൻ? ഇന്നലെ അതുപോലത്തെ പരിപാടിയല്ലേ ചെയ്തേ. എന്ത് പരിപാടി? അതില് ടൂറെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ. അത് ഇന്നലെ കളിച്ചു മോനെ. ഇന്നലെ കളിച്ചാ? ഉം. നീല്ല പറഞ്ഞ മിഞ്ഞാന്ന് തിരിഞ്ഞു കിടന്ന് കളഞ്ഞ് കൈ തട്ടി വാങ്ങിയാലും പറഞ്ഞേ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്. അതില് എന്തായാലും അങ്ങേര് പോകുന്നു. അതെന്ത് പരിപാടി ഒപ്പിച്ചേ? അതെല്ലാം ഉണ്ട്. പഴയ സുകുമാര സിനിമ പോലെ അമ്പടി മിടുക്കി. അതെന്നാ അതെന്താ ചെയ്തേ? അതെല്ലാം ഉണ്ട്, ഞാൻ പറയാം. അല്ല, നീ അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിലുള്ള എനിക്ക് ഭയങ്കര കഴിവൊക്കെ ഉണ്ട്. ഞാൻ കുറേ വിചാരിക്കുന്നു അങ്ങനെ ഇങ്ങനത്തെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്തണം. അതായത് കളിക്കാതെ കളിപ്പിക്കാനുള്ള മാർഗം അല്ലേ? അതല്ലേ സ്വഭാവം? അതന്നെ. എന്നിട്ട് അനക്ക് മനസ്സിൽ തോന്നിയ ചെറിയൊരു ഐഡിയ ആണ്. എന്നിട്ട് അങ്ങേര് കളിച്ചാ? കളിച്ച്, അതല്ലേ ഞാൻ പറഞ്ഞേ, കളിച്ച് മതിച്ച് ഉറങ്ങുന്നു. അപ്പൊ നീ എന്തിച്ച കളിച്ചോറങ്ങിയത്? അങ്ങേരോ? എനിക്ക് ഉറക്കം വന്നിട്ടില്ല. അനക്ക് ഓർക്ക് അങ്ങനെ ഓർക്കാൻ പറ്റുമോ? നിനക്ക് ടൂറെല്ലാം കഴിഞ്ഞ് വന്ന ക്ഷീണവും ഇതിന്റെ ക്ഷീണവും എല്ലാം കൂടി നല്ല ഉറക്കായി. അല്ല, നിന്നെ ക്ഷീണിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കളി കളിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചേലും അപ്പുറത്താണ് കളിയുന്നത്. അയ്യോ, അങ്ങനെയായി. അപ്പൊ ഞാനോ? അപ്പൊ എല്ലാ ദിവസവും ഉണ്ടാവില്ലല്ലോ. ഞാനീ മറ്റേ ഇത് ട്രൈ ചെയ്യുന്ന സമയല്ലേ ഉണ്ടാവും. ഇതെപ്പം വേണമെന്നല്ലേ? അങ്ങനെ പറ്റൂലല്ലേ? അപ്പൊ ദിവസം പറ്റുന്ന ഒന്നല്ലേ നീ ചെയ്തത്? ദിവസവും പറ്റാണ്ടൊന്നുമില്ല. ഇതാക്കിട്ട് എന്തിനും വെറുതെ കീടം പിടിപ്പിക്കുന്നു വിചാരിച്ചു. കളിക്കാൻ തുടങ്ങിയ ഭയങ്കര കളിയെത്തി തളരുന്ന വരെ കളിക്കും കേട്ടെ. അതെങ്ങനെ എനിക്ക് മനസ്സിലായേ? അത് ഇന്നലത്തെ കളിയിലാ മനസ്സിലായേ? ഇന്നലത്തെ കളിയിലാണ് ശരിക്കും മനസ്സിലായത്. കളി അറിയാതെ എനിക്ക് മനസ്സിലായല്ലേ? അപ്പൊ കളിക്കാനല്ല അറിയാം, വേണ്ടാന്ന് ചോദിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടാ, അയാള് വേറെ എവിടെയോ പോയിട്ട് നല്ല കോർത്ത് നോക്കി പോയിട്ട് കളി ഒപ്പിക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല. അതങ്ങനെ ഇപ്പം പറയും. നീ പറയുന്നത് നന്നായിട്ട് കളിക്കാന്നറിയാം, ഇന്നലെ കളിക്കുന്നു, ഇങ്ങനെ ഒന്നും അങ്ങനെ കളിച്ചിട്ടില്ല എന്ന് പറയുമ്പം വേറെ പോയിട്ട് ഇങ്ങനെ എനിക്കറിയില്ല, അങ്ങനെയൊന്നുമില്ല നടക്കും. അതുകൊണ്ട് എന്ത് കളിയാ കളിക്കാൻ വേണ്ടി ചെയ്തേ? ആ ട്രിക്കല്ലേ ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ? ആ ട്രിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ? അതൊന്നും ചെയ്യാനില്ലപ്പ. എന്ത് ചെയ്യാനാ? അത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞ ട്രിക്കാണ് കേട്ടാ. നീ പഠിച്ചിന്? എന്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു ഐഡിയ. അതേതായി ചെറിയ ഐഡിയ? കുറച്ച് അല്ല, എനിക്ക് വേണമെങ്കിൽ നല്ല ഐഡിയ ആണെങ്കിൽ പിന്നെ നീക്ക് കൂടുതൽ കളിക്കാൻ കിട്ടുന്ന സമയമൊക്കെ ഉള്ളതെങ്കിൽ ഐഡിയ നല്ലതാണ്. എന്നെ തന്നെ അധികം പിന്നെ വേണ്ടെന്ന്. എനിക്ക് വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. കളി അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ കളിക്കാൻ താല്പര്യമില്ലാത്തവർക്കുള്ള ഐഡിയ ആണല്ലേ?
ഉം. ഉം. അങ്ങനെയുള്ളവർക്കുള്ള ഐഡിയ. ഞാനേ അങ്ങനെ അങ്ങനെ എണീറ്റ് വന്നിട്ട് ആദ്യം കളിക്കോ? അതൊന്നും കളിച്ചില്ല. ഇനി ഞാന് 2 ദിവസം കഴിഞ്ഞിട്ട് ആ ട്രിക്ക് ഉപയോഗിക്കുള്ളൂ. അങ്ങനെ കുറച്ച് വിശ്രമിക്കട്ടെ. സ്ഥിരം ഉപയോഗിച്ചാൽ എന്റെ കാര്യോ? അതെന്നെയാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്ത് ഓടിയാർന്ന് ഞാൻ പാട്ടിന് കിടക്കേണ്ടി വരുവാ? അനക്ക് വീട്ടിൽ കിട്ടുന്ന കാര്യം കിട്ടുമ്പോ പിന്നെ നീ പട്ടിണി കിടക്കല്ലാണ്ട്? ഓരോന്ന് പറഞ്ഞിട്ട് മനുഷ്യനാ. അനക്ക് വീട്ടിൽ ഇഷ്ടം പോലെ കിട്ടുമ്പോ എന്താ ചെയ്യാൻ വരുവാ? അങ്ങനെയാണ് എന്തിട്ട് ഇതിന് മുമ്പൊന്നും ആ ട്രിക്ക് ഉപയോഗിക്കുന്നത്? പിന്നെ എനിക്ക് ഓർമ്മയുമില്ല. ഞാനിത് പെട്ടെന്ന് ആലോചിച്ചപ്പോ കിട്ടിയതല്ലേ, ഇത് നോക്കി കളയാന്ന് വിചാരിച്ചു. അത് ഒരു തവണ എങ്ങനെ പറ്റും കേട്ടോ, പിന്നെ എപ്പോ ഒന്നും പറ്റിയെന്ന് വരില്ല. ഞാൻ നോക്കുമല്ലോ. ഞാനത് ട്രിക്കിന് കേൾക്കല്ലേ പലിക്കല്ലായിരുന്നു. അത് നീ പ്രാർത്ഥിച്ചാലൊന്നും പലിക്കാത്ത സാധനമൊന്നുമല്ല മോനെ. എല്ലാം മോളെ ഞാൻ പട്ടിണിയാക്കുന്ന പരിപാടിയില്ലേ? നീ പട്ടിണിയാണ് നിൽക്കുന്നു. ഞാൻ പട്ടിണിയാർന്ന് വിശപ്പോടുമ്പോ ഞാനങ്ങ് വരും കേട്ടോ. ഞാൻ പറയാണ്ട് വിശന്ന് കഴിഞ്ഞ പിന്നെ ഇവിടെ നീ പറയണോ? ദിവസം 2 ദിവസം, അതിനപ്പുറം കൂടുതൽ കണക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടാ. വിശന്നിട്ടിങ്ങനെ വിറയല് വരും. ഇങ്ങനെ വറക്കും. പിന്നെ കുറച്ച് ചോറ് തിന്നാ മതി. ചോറ് കിട്ടണ്ടേ? ചോറ് അകപ്പാടെ കിട്ടുന്ന നിന്റെ ചോറാണ്. അത് വേറെ ഉണ്ടാവുമല്ലോ, എവിടുന്നും കിട്ടൂ. വിശക്കുമ്പോ പിന്നെ എവിടുന്ന് കിട്ടിയാലെന്നാ? കിട്ടിയാലല്ലേ കിട്ടണ്ടേ? ഇത്രയും കാലമായിട്ട് എവിടുന്നും ചോറ് കിട്ടിയില്ല. അകപ്പാടുള്ള നിന്റെ ചോറാണ്. എന്റെ ചോറ് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അത്രയും പേര് ട്രിക്ക് അതൊന്നും സംഭവം പറയാം. അതേ ഒന്നുമില്ല, ഞാനേ കുറച്ച് ജ്യൂസ് അടിച്ചു. അങ്ങേക്ക് ഇഷ്ടമുള്ളൊരു ജ്യൂസ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ക്ഷീണം പിടിച്ച് വന്നില്ലേന്ന് പറഞ്ഞിട്ട് കൊടുത്ത് അങ്ങനെ നല്ലോണം കുടിച്ച്. നിങ്ങൾക്ക് എന്ന് പറയണ്ടേ, ജ്യൂസിന്റെ ഞാൻ വേറെ ഒരു സാധനം കലക്കി കേട്ടാ. അത് പറയണ്ടേ? അത് പറഞ്ഞാൽ ജ്യൂസ് കുടിച്ചാല് കുടിപ്പിക്കുക പറഞ്ഞിട്ട് ആ സാധനം ഞാനങ്ങ് കുടിപ്പിച്ചു. അത് ശരി. ജ്യൂസ് ഇല്ലാത്ത അതും ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാ ജ്യൂസ് കൊടുത്തേ? പിന്നെ അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കായിരുന്നു ഈ സാധനം കിട്ടിയേ. അതെല്ലാം കിട്ടി. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അനക്ക് കിട്ടാൻ പണി. നീ ആള് ഞാൻ വിചാരിക്കുന്നല്ലോ ജഗജല്ലി. അതെ അതങ്ങ് കഴിച്ചപ്പോ നല്ല ഉന്മേഷായി. ഞാനത് വിചാരിച്ചിട്ടാന്നല്ലേ വേറെ ആരെങ്കിലും ആണെന്ന് നീ പറഞ്ഞ പോലെ അറിയില്ല. അങ്ങനെ നല്ല കളിച്ച്. അതാണ് എന്റെ ട്രിക്ക് കേട്ടാ. നിങ്ങൾക്കറിയില്ലേ ഇത്? ഇതറിയില്ല, അങ്ങനെ അറിയില്ല ഇത്. അങ്ങനെയൊക്കെ മനസ്സിലായിട്ടൊന്നുമില്ല. ഇല്ല. അയാൾ ഇങ്ങനത്തൊന്നും കുടിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല, അതുകൊണ്ടാണല്ലോ പഠിച്ചത്. ഒരു മണഗുണാഞ്ചൻ സർക്കാർ ഉദ്യോഗസ്ഥ അല്ലേ? ഞാനെങ്ങനെ പറയൂ? മറ്റേ ഇതാക്കി പറഞ്ഞല്ലേ സത്യം. ബാഗെല്ലാം എടുത്തിട്ട് പോകുന്ന കാണുമ്പോൾ തന്നെ മനസ്സില്ല ഒരു മണഗുണാഞ്ചനാണ്. അയാൾക്ക് എങ്ങനെയാ നിന്നെ കിട്ടിയത്? ഞാൻ പലതാണ് ആലോചിക്കാറുണ്ട്.
അത് വീട്ടുകാർ ഒപ്പിച്ചത് വേറെ. കുരങ്ങന്റെ കൈമില് പൂമാല കിട്ടിയ പോലെ. അത് വീട്ടുകാർക്ക് എന്താ പറയണ്ടേ. എന്നിട്ട് നിന്റെ കാര്യം ഭംഗിയായിട്ട് നടന്നു. എന്റെ കാര്യം ഭംഗിയായിട്ട് നടന്നു. എല്ലാം നടന്നിന്. അങ്ങനെ കാര്യം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടാവും. അതാന്നാ ഉറങ്ങുന്നതിനല്ലേ ഒന്നുകൂടി പോയി നോക്കിക്കോ കേട്ടോ. നല്ല ഉറക്കാണ്. കുറുക്കം വലിക്കുന്നുണ്ടോ? എന്നാ പഠിക്കണ്ട. അപ്പൊ ഇനി അത് അധികം അങ്ങനെ കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. അതെന്താ? ഞാനില്ലേ, ഞാനിത് പഠിച്ചല്ലോ, കൊടുത്താൽ ശരിയാവുന്നു. അപ്പൊ ഇനി ഇത് കൊടുക്കാം. ലാസ്റ്റ് കൂമ്പോടി പോവേ.